പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്കുണ്ടായ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു ധ്യാന വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ധ്യാനം കഴിഞ്ഞു കഴിയുമ്പോഴേക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത സുഗമമായ ഒരു വഴിയിലൂടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമില്ലാത്ത സംഘർഷങ്ങളും തടസ്സങ്ങളൊന്നുമില്ലാത്ത എല്ലാം സുഖമായിരിക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് കിട്ടുക എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഈശോ തന്നെ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരണം. അപ്പൊ യേശുവിന്റെ പിന്നാലെയുള്ള യാത്ര ഒരു കുരിശു വഹിച്ചുകൊണ്ടുള്ള യാത്രയാണെന്ന് ഈശോ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നമ്മൾ നേരത്തെ തന്നെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ഇരിക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗ ധ്യാനത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായത്തില് ഇസ്രായേൽ ജനതയെ ദൈവം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവാനുഭവത്തിന്റെ മേഖലയിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കാണും. അതിന് തൊട്ടു മുമ്പ് ഉള്ള അധ്യായത്തിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രീകരണമുണ്ട് 13-ാം അധ്യായത്തിൽ. ആ വിടുതലിന്റെ വിമോചനത്തിന്റെ അനുഭവം കഴിഞ്ഞതിന് ശേഷം അവര് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവര് പിഹഹിറോത്തിന് മുൻപില് മിഗ്ദോലിന് കടലിനും മധ്യേ ബാൽസെഫോന്റെ എതിർവശത്ത് പാളയമടിക്കാനായിട്ട് ദൈവം മോശയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ദൈവജനം ചെങ്കടലിന്റെ ഏതാണ്ട് അടുത്തുള്ള പിഹഹിറോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാളയമടിച്ചിരിക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവരെല്ലാം പുരുഷന്മാരൊക്കെ സായുധരായിട്ടാണ് അന്ന് ഇറങ്ങിയത്. പക്ഷേ ഈജിപ്തുകാരുടെ കാലാൾപ്പടയോ കുതിരപ്പടയോ രഥങ്ങളോ ഒന്നും ഇവർക്കില്ല. ഇവരുടെ കയ്യിലിരിക്കുന്ന കയ്യിൽ ഉപയോഗിക്കാവുന്ന ചെറിയ ആയുധങ്ങൾ മാത്രമൊക്കെ അവരുടെ കയ്യിലുള്ളൂ. പക്ഷെ ഫറവോയുടെ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല മികച്ച 600 രഥങ്ങൾ, പിന്നെ സാധാരണ രഥങ്ങൾ ആയിരക്കണക്കിന്, പിന്നെ വലിയ കുതിര സൈന്യം, അങ്ങനെ കുതിര പുറത്ത് ഉള്ള സൈന്യം വേറെ, അങ്ങനെ ഒരു വൻ സൈന്യത്തിന്റെ അകമ്പടിയോടെയാണ് ഫറവോയുടെ സൈന്യം ഒരുങ്ങിയിരിക്കുന്നത്. ഇസ്രായേൽ ജനത ഈജിപ്തിലെ 430 വർഷം പൂർത്തിയാക്കി. യാക്കോബിന്റെ മക്കൾ ജോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞ പാപത്തിന്റെ കാലത്ത് തുടങ്ങിയ ഒരു ദുരന്തമാണ് അവരിപ്പോൾ വേട്ടയാടിക്കൊണ്ടിരുന്നത്. 4 തലമുറ നീണ്ടു അത്. ആ ദുരന്തത്തിൽ നിന്ന് അവർ മോചനം പ്രാപിച്ച് ഇതാ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ ദൈവം അവരെ ഒരുക്കുകയാണ്. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനുമായി കൊടുത്തിരുന്ന വാഗ്ദത്ത ഭൂമി യാക്കോബിന്റെ പാപം മൂലം യാക്കോബിന്റെ 12 മക്കൾ മിക്കവരും ഏതാണ്ട് 11 പേര് ജനിക്കുന്നത് വാഗ്ദത്ത ഭൂമി കിടന്നല്ല, വിപ്രവാസത്തിൽ അമ്മായിയപ്പന്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന കാലത്താണ് ഈ മക്കൾ 11 പേര് ജനിച്ചത്. പിന്നീട് ബെഞ്ചമിൻ അതിനുശേഷം തിരിച്ചു വരുന്ന ആ കാലയളവിൽ ജനിച്ച കുഞ്ഞാണ്. അങ്ങനെയുള്ളവർ പിന്നീട് യാക്കോബിന്റെ മക്കളുടെ അധാർമിക ജീവിതത്തിന്റെ ഫലമായിട്ടാണ് ഈ വിദൂരത്ത് ഈജിപ്തിൽ അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നത്. അതിന്റെ ദുരന്ത ഫലം 4 തലമുറകൾ അവർ അനുഭവിക്കേണ്ടി വന്നു. അത് ദൈവത്തിന്റെ ശിക്ഷയായിരുന്നില്ല, അവരുടെ പാപത്തിന്റെ ദുഷ്കർമ്മത്തിന്റെ ദുരന്ത ഫലമായിരുന്നു. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ തന്നെ പാപത്തിന്റെ ദുഷ്കർമ്മങ്ങളുടെ ദുരന്ത ഫലമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ പരിഹാരം? നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. നമ്മളോ നമ്മുടെ മുൻ തലമുറകൾപ്പെട്ടവരോ ഏതെങ്കിലും പാപം ചെയ്തതിന്റെ ഫലമായി നമുക്ക് നഷ്ടങ്ങൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മൾ സർവശക്തനായ ദൈവത്തിന്റെ പക്കലേക്ക് തിരിഞ്ഞ് അവർക്ക് പകരം തമ്പുരാനോട് മാപ്പ് ചോദിച്ച്
നമ്മുടെ പൂർവ്വ ഐശ്വര്യങ്ങളെല്ലാം തമ്പുരാന് തിരികെ വാങ്ങാനായിട്ടുള്ള വരവും കൃപയും ദൈവം നമുക്ക് തരുന്നുണ്ട്. ഇവിടെ പൂർവികരുടെ പാപത്തിന്റെ ശാപം എന്നൊക്കെ പറഞ്ഞ ജഡ്ജാരനെ ഉണ്ടാക്കരുത്. പൂർവികരുടെ പാപത്തിന്റെ ഫലമായി ദൈവം നമ്മളെ ശിക്ഷിച്ചതല്ല. ആ പാപത്തിന്റെ ഫലമായിട്ടുള്ള ചില ദുരന്തങ്ങൾ നമുക്കിപ്പോ ഉണ്ട്. നമ്മുടെ പാപത്തിന് നമ്മൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് എസെക്കിയേൽ 18 അധ്യായം വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തി. പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിക്കുന്നത് മക്കളുടെ പല്ല് പുളിച്ചു വന്ന പഴമൊഴി ഇനി ആരും പറയരുത്. അത് പഴയ മൊഴിയാണ്. അത് പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ 5-6 തിരുവചനങ്ങൾ, 34 അധ്യായത്തിൽ 6-7 തിരുവചനങ്ങൾ, 3-4 തലമുറ വരെ ശിക്ഷിക്കും ദൈവമെന്നും പറഞ്ഞ ആ വചനത്തിൽ കാണുന്നതാണ്. പക്ഷേ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ദൈവത്തിൽ നിന്ന് വരുന്ന ശിക്ഷയല്ലാതെ നമ്മുടെ ദുഷ്കർമ്മത്തിന്റെ ദുരന്ത ഫലമായി വരുന്നതാണ്. അതിൽ നിന്ന് മോചിപ്പിക്കാൻ കർത്താവ് തയ്യാറാണ്. ഇതാ ഇപ്പോൾ അത് സംഭവിക്കുന്നു. ഇവര് 430 വർഷം വിപ്രവാസത്തിൽ, 400 വർഷം അടിമത്തത്തിൽ അങ്ങനെ കിടന്ന ഈ ജനത മോശയിലൂടെ ദൈവം തന്റെ കരബലം പ്രകടമാക്കി. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയെ ദൈവം വിളിച്ചുയർത്തുന്നുണ്ട്. ഒരു വരവും കൊടുത്ത ദൈവം. അവന്റെ കയ്യിലിരിക്കുന്ന വടി അതെന്താണ്? ഇടയന്മാര് ആടുകളെ മേയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടിയാണ് ഇടയന്റെ കോല്. ഈ വടി ഇടയന്റെ അധികാരത്തിന്റെ, ഇടയന്റെ സ്ഥാനത്തിന്റെയും ശക്തിയുടെയൊക്കെ ഒരു അടയാളം കൂടിയാണ്. അത് നമ്മുടെ ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലുണ്ട്. ഇതുപോലെ ചില പ്രത്യേക വർഗ്ഗക്കാർ അവര് ഒരു വടി അവരുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ഒരു അധികാര ചിഹ്നമായിട്ടൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതാണ്ട് ചെങ്കോല് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വസ്തുവായിട്ട് ഇതിനെ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ മോശയുടെ കയ്യിലിരുന്ന മരത്തിന്റെ കഷ്ണത്തെ മോശയ്ക്ക് ദൈവം ആത്മാവില് നിറച്ചു കൊടുത്ത ഒരു വരത്തിന്റെ അടയാളമാക്കി ദൈവം കാണിച്ചു കൊടുത്തു. മോശയ്ക്ക് ദൈവം കൊടുത്ത വരം ദൈവജനത്തിന്റെ വിമോചകനാകാനുള്ള വരം. രണ്ടാമതായി അവരെ നയിക്കാനായിട്ട്, വിമോചിപ്പിച്ചു കഴിഞ്ഞിട്ട് നയിക്കാനായിട്ട് നേതാവാകാൻ, നായകനാകാനുള്ള വരം. ദൈവത്തിന്റെ അത്ഭുത കൃത്യങ്ങൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള വരം, അത് ഇറക്കിക്കൊണ്ടുവരാനുള്ള വരം. അതാണ് ആ വടിയുടെ അടയാളം. അപ്പൊ ദൈവത്തിന്റെ ശക്തി ജനത്തിന്റെ ഇടയിൽ വെളിപ്പെടുത്താൻ കൊടുത്ത ഈ വരത്തിന്റെ അടയാളമായ വടി മോശയുടെ കയ്യിലിരിപ്പുണ്ട്. മോശയുടെ കയ്യിലിരിക്കുന്ന വടി ഒരു അടയാളം മാത്രമാണ്. പക്ഷെ സത്യത്തിൽ അതിന്റെ ആത്മീയ യാഥാർത്ഥ്യം മോശയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വരമാണ്. അവര് ചെങ്കടലിന് അടുത്തെത്തിയപ്പോഴാണ് ഒരു വലിയ ദുരന്തം അവരുടെ മുമ്പിൽ അവർ കണ്ടത്. ഇസ്രായേൽക്കാര് അതുവരെ അറിയാതിരുന്നതാണത്. കാരണം അവർ ഈജിപ്തിന്റെ പുറത്ത് കടന്നിട്ടില്ല. 4 തലമുറകൾ അവർ അടിമകളാണ്. ഈജിപ്തിന് പുറത്ത് കിടക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. മോശയ്ക്കും ഒരുപക്ഷെ സുവ്യക്തമായിരിക്കുകയല്ല ഈ ചെങ്കടൽ. പക്ഷെ ചെങ്കടലിന്റെ കരയ്ക്കെത്തിയപ്പോൾ ജനങ്ങൾ വല്ലാതെ തകർന്നു. ചെങ്കടലിന്റെ കരയിലെത്തുമ്പോഴാണ് മുന്നോട്ട് പോകാൻ ഇനി പറ്റില്ല. അപ്പൊ അവിടെ പാളയം പിടിച്ചിരിക്കുകയാണ്. താൽക്കാലികമായി ജനങ്ങൾ സന്തോഷം അനുഭവിക്കുക. ഇപ്പം കുഴപ്പമില്ല. നമ്മുടെ ഈ ധ്യാനം കഴിഞ്ഞിരിക്കുന്നത് പോലെ ഈജിപ്തിന്റെ അടിമത്തിൽ മോചനം കിട്ടി. ഒരു നല്ല കുമ്പസാരം കഴിഞ്ഞ എന്റെ സന്തോഷാനുഭവമുണ്ട്. കുറച്ച് രോഗശാന്തി കിട്ടിയ എന്റെ ആനന്ദമുണ്ട്. അങ്ങനെ കുറച്ച് സന്തോഷത്തിലാണ് നമ്മൾ മിക്കലും ഇരിക്കുന്നത്. പക്ഷെ ഇനി പ്രശ്നം വരാൻ പോകും. നമ്മൾ വീട്ടിലേക്ക് ചെല്ലും, നാട്ടിലേക്ക് ചെല്ലും, നമ്മുടെ അനുദിന ജീവിത വ്യാപാരങ്ങൾ ഏർപ്പെടും. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ചെയ്യാതിരുന്ന ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങും, ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങും, കുടുംബ പ്രാർത്ഥന തുടങ്ങും. നമ്മൾ നീതി വിട്ട് ഒരു വ്യാപാരവും ഇടപാടും വേണ്ട എന്ന് തീരുമാനമെടുക്കും. മദ്യം, മയക്കുമരുന്ന്, പുകവലി, ചീത്ത കൂട്ടുകെട്ട് വേണ്ടെന്ന് വെക്കും. അവിഹിത ബന്ധങ്ങൾ ഉപേക്ഷിക്കും. അങ്ങനെ നല്ല തീരുമാനമെടുത്ത് വരും. ഇവിടെയാണ് നമ്മൾ അറിയാനുള്ളത്, നല്ല തീരുമാനമെടുത്തും പാപവഴി ഉപേക്ഷിച്ചും ദൈവവഴിയിലേക്ക് വരുന്നവരിനി ഒരു തരത്തിലുള്ള പ്രലോഭനമോ പ്രശ്നമോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ നേരിടേണ്ടി വരില്ല എന്ന് ആരും ചിന്തിക്കരുത്. നമ്മളൊക്കെ നേരിടേണ്ടി വരും. എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യം, പാപം ചെയ്ത് ജീവിക്കുന്ന പലരും എന്നോട് പറയുന്നത് പാപം ചെയ്ത് ജീവിച്ചപ്പോൾ ഉള്ളതിന്റെ ഇരട്ടി പ്രശ്നങ്ങളാണ് പാപമില്ലാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ബോംബെയിൽ ഒരാള് ഒരു ആർക്കിടെക്റ്റാണ്. അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് മേഖലയിലെ കുറേയൊക്കെ നല്ല ഓഫറൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പുതിയൊരു സംരംഭത്തിലേക്ക് ഏതാണ്ട് ഒരു 10-15 കോടി രൂപയുടെ ഒരു വർക്ക് അയാൾക്ക് കിട്ടി. അത് ചെയ്യാൻ വേണ്ടി അയാൾ മുന്നോട്ടിറങ്ങിയ അവസരത്തിൽ പെട്ടെന്ന് അയാൾക്കൊരു തീരുമാനം, ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്നൊരു ധ്യാനം കൂടി എന്റെ അടുത്തൊരു കൗൺസിലിംഗ് നടത്തി എന്റെ ഒരു ആശീർവാദം വാങ്ങി തുടങ്ങാം. കാരണം ഈ മനുഷ്യന്റെ അമ്മ
എൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കാൻ വരും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്മ എന്നെ വിളിക്കും. അപ്പൊ അമ്മ മകനോട് പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് അയാൾ അവിടെ ഒന്ന് ധ്യാനം കൂടിയത്. ഒരാഴ്ച ധ്യാനം കൂടി തിരിച്ചു തന്നു. ഞാനൊരു ബൈബിള് കൊടുത്തു, ഒരു ജപമാല കൊടുത്തു, ഒരു കുരിശും ഇയാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും എനിക്കൊരു അനുഗ്രഹത്തിന്റെ അടയാളം തരണം. അപ്പൊ എന്റെ കയ്യിലിരുന്ന ഒരു കുരിശ്, നല്ലൊരു കുരിശായിരുന്നു, അത് കൊടുത്തു. ജപമാല കൊടുത്തു. ഞാൻ നല്ലൊരു ജപമാല, ഒരു ബൈബിള് കൊടുത്തു. ബൈബിൾ അയാളയിലുണ്ട്, എങ്കിലും ഞാൻ വേറൊരു നല്ല ബൈബിള് കൊടുത്തു. അത്ര എന്റെ മുമ്പിൽ അപ്പം ഇരിപ്പുണ്ട്, അതിനെടുത്ത് കൊടുത്തു. ഇയാളൊരു 3 മാസം കഴിഞ്ഞ് തിരിച്ച് ഈ കുരിശും ഈ ജപമാലയും ബൈബിളും കൊണ്ട് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഞാൻ ധ്യാനിക്കാൻ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് എന്നെ തിരിച്ചൊന്ന് എത്തിക്കണം അച്ഛൻ. അച്ഛന്റെ ബൈബിളും കുരിശും കൊന്തയും കിട്ടി പ്രാർത്ഥന തുടങ്ങിയോടുകൂടി ഞാനിവിടെ സ്ഥിരമായ പ്രാർത്ഥന എല്ലാ ദിവസവും പള്ളിപ്പൊങ്ക തുടങ്ങിയതോടുകൂടി എന്റെ ബിസിനസ്സിൽ മുഴുവനും പ്രശ്നങ്ങളാണ്. ദയവ് ചെയ്ത് എന്റെ പഴയതുപോലുള്ള ആ ബിസിനസ്സിൽ സന്തോഷമായിട്ട് പോകാനുള്ള ആ അനുഗ്രഹം മാത്രം വാങ്ങി തന്നാൽ മതി, കൂടുതലൊന്നും എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, എന്തു പറ്റി? എന്റെ ഈ 16 കോടിയുടെ ആ വർക്ക് ഓർഡർ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്കിപ്പം വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. ഞാൻ കുറച്ച് പണമൊക്കെ കടമെടുത്തു, അതൊന്നും എനിക്കിനിപ്പം പേ ഓഫ് ചെയ്യാൻ പറ്റില്ല. ആകെപ്പെട്ട പ്രശ്നമായി. എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഇതാണ് ദൈവത്തോട് അടുത്താലുള്ള കുഴപ്പം. ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോവുകയാണ് നല്ലത്. ദൈവത്തോട് കണ്ടമാനം അടുക്കണ്ട. അത് അച്ഛന്മാരും മെത്രാന്മാരും വൈസ് സിസ്റ്റേഴ്സൊക്കെ അടുക്കട്ടെ. അതിനാണ് അവരെ അങ്ങനെ മാറ്റുന്നത്. അതുകൊണ്ടല്ലേ അവർക്ക് കുടുംബജീവിതം കൊടുക്കാത്തത്. കുടുംബജീവിതവും ഈ ദൈവ ഐക്യമായിട്ടൊന്നും ഒത്തുപോവില്ല. കുടുംബജീവിതക്കാര് ചെയ്യേണ്ടത് ഞായറാഴ്ച പള്ളി പോയി അച്ഛന്മാരെ പറയുന്നതൊക്കെ കേൾക്കുക. ഇത് മുഴുവൻ അനുസരിക്കൊന്നും വേണ്ട, കേൾക്കുക, പള്ളി പോയി ഇരിക്കുക, കുർബാനയിൽ പങ്കെടുക്കുക. പിന്നെ കുമ്പസാരിച്ചാലും ഇല്ലെങ്കിലും കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ കൂട്ടുകാരന്റെ ഉപദേശം ഇവന് പെട്ടെന്ന് നല്ലതായിട്ട് തോന്നി. അങ്ങനെ അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ പഴയ ജീവിതം തിരിച്ചു തരണം. അപ്പൊ എനിക്ക് തോന്നി ഇവന്റെ ഉള്ളൊന്ന് പുറത്ത് കൊണ്ടുവരണമല്ലോ. ഞാൻ ചോദിച്ചു, ഞാൻ ആ പഴയ ജീവിതം തിരിച്ചു തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അയാളൊരു നിർബന്ധവും പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആ പഴയ ജീവിതം തിരിച്ചു തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അച്ഛനെ കൊന്നിട്ട് ഞാൻ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ 2 ദുർമരണങ്ങൾ. ഒന്ന്, താബോർ ധ്യാനകേന്ദ്ര ഡയറക്ടറെ കൊല ചെയ്യപ്പെട്ടു, പത്രത്തിൽ ടിവിയിലും വരും. രണ്ടാമത്തേത്, അച്ഛനെ കൊന്ന കൊലപാതകി ആത്മഹത്യ ചെയ്തു. 2 ദുർമരണങ്ങൾ അവിടെ ഉണ്ടാകും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് 2 ചെയ്യാൻ പറ്റില്ല. പിന്നെ നിന്റെ ബിസിനസ് നഷ്ടപ്പെട്ടു, എല്ലാം പരാജയപ്പെട്ടു എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് നീ അറിയണം. നിന്നോട് ദൈവത്തിന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെ നീ ദൈവത്തോട് അടുത്തപ്പോഴാണ് നിനക്ക് പ്രശ്നമുണ്ടായതെന്നല്ലേ നീ പറഞ്ഞത്. അതെ, നീ അടുത്തിട്ടില്ല എന്ന് നീ ഇപ്പം തെളിയിച്ചു. എന്താ തെളിവ്? എടാ, നീ ദൈവത്തോട് അടുത്തിരുന്നെങ്കിൽ എന്നെ കൊല്ലുമെന്ന് നീ ആത്മഹത്യ നീ പറയുമായിരുന്നോ? ഞാനേ ഇന്നലെ എന്റെ വാട്സാപ്പിൽ ഒരു യാക്കോബായ അല്ലെങ്കിൽ ഓർത്തഡോക്സ് വൈദികന്റെ സാക്ഷ്യം കേൾക്കുകയാണ്, പ്രസംഗം കേൾക്കുക. വളരെ മനോഹരമായ ഒരു പ്രസംഗമാണ്. വിദേശത്ത് കണ്ട് നടത്തിയൊരു പ്രസംഗത്തിന്റെ വാട്സാപ്പ് മെസ്സേജ് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു 10 മിനിറ്റോളം നിൽക്കും. 2 മഹാദുരന്തങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഒരു കത്തോലിക്ക ധ്യാന കേന്ദ്രം, അധികം ദൂരത്തല്ലാത്തൊരു ധ്യാന കേന്ദ്രത്തിൽ 2 വർഷം മുമ്പ് നടന്നതാണെന്നാണ് അയാൾ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടെ നടന്നതാണോ എന്ന്. ഞാൻ അതിന്റെ സത്യസ്ഥിതി അന്വേഷിച്ചറിയണമെന്ന് വിചാരിക്കുന്നു. യേശുദാസിനെ പോലെ മധുരമായി പാടുന്ന, കീബോർഡ് വായിക്കുന്ന, ആരാധന നയിക്കുമ്പോൾ അയാളുടെ ആരാധനയിൽ പങ്കെടുത്ത ക്യാൻസർ രോഗികൾ പോലും സൗഖ്യം പ്രാപിച്ച സംഭവമുള്ള ഒരു പാട്ടുകാരൻ, ഒരു ധ്യാനകേന്ദ്രത്തിലെ പാട്ടുകാരൻ, 2 വർഷം മുമ്പ് അദ്ദേഹത്തിന് തൊണ്ടവേദനയുണ്ടായി. അപ്പൊ ജലദോഷത്തിന്റെ അന്ന് ഇത് ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം കൂടുതൽ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ത്രോട്ട് ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസറാണ്. കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം വലിയ സങ്കടത്തില. കാരണം അത്ര മനോഹരമായി പാടുന്ന ഒരു ചെറുപ്പക്കാരന് എങ്ങനെ ക്യാൻസർ വന്നു? അവരെല്ലാം കൂട്ടപ്രാർത്ഥനയാണ്. ഇവൻ പറഞ്ഞു, ഞാനൊന്ന് മുറി പോയി അല്പം വിശ്രമിച്ചിട്ട് വരാം. മുറിക്കകത്തോട്ട് ഇവൻ കയറി. ഇവൻ വാതിലടച്ചു കഴിഞ്ഞ് കുറ്റിയിട്ടത് അവരാരും കണ്ടില്ല. കുറെ കഴിഞ്ഞവനെ കാണുന്നില്ല. കുറെ കഴിഞ്ഞവർ ബലം പ്രയോഗിച്ച് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഫാനിൽ തൂങ്ങി വെച്ച് കിടപ്പുണ്ട്. ഈ വാർത്ത അറിയാവുന്നവരെ കേട്ടവരെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് കരം ഉയർത്താമോ? സംഭവം ഉണ്ടായതാണല്ലേ? ഓക്കെ. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്റെ അടുത്ത് തന്നെയുള്ള സ്ഥലത്തായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ സ്ഥലമൊന്നും ഇവിടെ പറയില്ല. അദ്ദേഹം വേറൊരു വലിയ കാർഡിയോളജിസ്റ്റിന്റെ, ഒരു ഡോക്ടറുടെ ചരിത്രം പറയുന്നു. അദ്ദേഹം പ്രശസ്തനാണ്, പ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ
രക്തം പരിശോധിച്ചപ്പോൾ അദ്ദേഹം HIV പോസിറ്റീവാണ്, എഴുത്ത് രോഗി. അദ്ദേഹത്തിന് ഒരു കൂസലുമില്ല, വളരെ ചിരിച്ച് മറുപടിയൊക്കെ പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസം അദ്ദേഹം തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ആ വൈദികൻ പറഞ്ഞിരിക്കുന്നു, അവരെ യേശുവിനെ കുറിച്ച് കേട്ടിരിക്കും, അറിഞ്ഞിരിക്കും, പക്ഷെ യേശുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ ഈ ബോംബെയിലെ ചെറുപ്പക്കാരനോട് പറഞ്ഞു അത് തന്നെയാണ്. നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് നീ പറയുന്നുണ്ടെങ്കിലും, നീ യേശുവിന്റെ ദാസനായി എന്ന് നീ പറയുന്നുണ്ടെങ്കിലും, ഒരു കാര്യം തീർച്ച, നീ യേശുവിനോട് ഐക്യപ്പെട്ടിട്ടില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ അതിസ്വാഭാവികമായ കൃപകൾ വർഷിച്ചുകൊണ്ട് ദൈവം ഇടപെടാൻ നീ ദൈവത്തിന് നിന്നെ വിട്ടുകൊടുത്തിട്ടില്ല. നിനക്ക് കുറച്ച് കാര്യലാഭം ഉണ്ടാകും, നേട്ടമുണ്ടാകുമെന്ന് കരുതിയപ്പോൾ നീ തമ്പുരാനെ വിളിച്ചു. ധ്യാനം കൂടാൻ വന്നതും എന്റെ കയ്യിൽ നിന്ന് കുരിശും ബൈബിളും ജപമാലയും സ്വീകരിച്ചതും ഏതോ ലൗകിക ഭൗതികമായ നേട്ടം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവൈക്യം, ദൈവകൃപയുടെ സ്വീകരണം, സഹന നിമിഷങ്ങളിൽ പോലും ദൈവത്തെ മുറുകെ പിടിച്ചുള്ള ജീവിതം നിന്റെ ജീവിതത്തിൽ വരാത്രത്തോളം കാലം നീ ദൈവത്തെ സ്വീകരിച്ചു എന്ന് പറയാൻ നിനക്ക് പറ്റില്ല. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അച്ഛന് മനസ്സിലാവില്ല, കുടുംബമൊന്നുമില്ല, ഭാര്യയില്ല, മക്കളില്ല, അച്ഛന് സഹനമുണ്ട്, ജീവിച്ചു പോയാൽ മതി. ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ശരിയാണ്, അച്ഛന്മാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത്, നമ്മൾ കണ്ടമാനം ദൈവത്തോട് അടുക്കാൻ പോകരുത്, അടുത്ത് പോയ ആ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു, എന്റെ നാട്ടിലുള്ള അനേകം പേര് എന്നോട് പറഞ്ഞിരിക്കും, ദൈവത്തോട് അധികം അടുക്കാൻ പോകരുത്. എന്നിട്ട് അവൻ പറഞ്ഞു, എന്റെ ഒരു മലയാളി സുഹൃത്ത് എന്നോട് പറഞ്ഞത്, പള്ളിയോടും പട്ടക്കാരനോടും തമ്പുരാനോടും അധികം കൂടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പള്ളിക്ക് ഒരു ഡിസ്റ്റൻസ് വെക്കുക, പള്ളിക്ക് കൊടുക്കേണ്ടൊക്കെ കൊടുത്തു, അധികം എടുക്കാൻ പോകണ്ട. പട്ടക്കാരോടും കണ്ടമാനം എടുക്കാൻ പോകണ്ട, വേറെ ടൈപ്പാ, ഇനം വേറെയാ. പിന്നെ ദൈവം ആളുടെ അടുത്ത് പോയാൽ കുഴപ്പമാണ്. ആള് സ്വന്തം പുത്രന്റെ തോളൽ കുരിശെടുത്ത് വെച്ച് കൊടുത്തോനാ, അവനെ കുരിശു തൂക്കി കൊന്നോനാ. ആര്? ദൈവപിതാവ്. അവന്റെ കൂടെ പോയിട്ട് എന്ത് അനുഗ്രഹം വാങ്ങാനെന്നാണ് ഒരു മലയാളി സുഹൃത്ത് ഇവന് ഉപദേശിച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ ഓർത്ത്, നമ്മുടെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന്റെ ആഴം എത്രയാ. പ്രിയപ്പെട്ടവരിനി അടുത്ത് കേൾക്കുക. ഇവന് അന്ന് വലിയ 16 കോടി രൂപയുടെ പ്രോജക്റ്റ് കിട്ടിയില്ല. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, നീ വീണ്ടും എന്റെ അടുത്ത് വന്നാലും ഇല്ലെങ്കിലും, ഈ കൊന്തയും ബൈബിളും കുരിശോനിക്ക് തിരിച്ചു തന്നാലും ഇല്ലെങ്കിലും, നിനക്ക് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന ഞാൻ തുടരും. കാരണം നീ ഇതുവരെ വിശ്വാസത്തിൽ അടിയുറച്ച് വളർന്നിട്ടില്ല, നീ യേശുവിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ പോയി കൈക്കൂലി കൊടുത്ത് ആ 16 കോടി രൂപയുടെ പ്രോജക്റ്റ് വാങ്ങിയെടുത്തു. അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ 50 ലക്ഷം കൈക്കൂലി കൊടുത്താൽ എനിക്ക് 16 കോടി രൂപയുടെ പ്രോജക്റ്റ് എന്റെ കൈ കിട്ടും. 16 കോടിയിൽ 8 കോടി ലാഭമാണ്. ആ 8 കോടി ലാഭം കയ്യിൽ വരുമ്പോൾ വീണ്ടും അത് 1-2 കോടിയും കൂടെ ഞാൻ പലർക്കും കൈക്കൂലി കൊടുക്കേണ്ടി വരും. എങ്കിലും 6 കോടി എനിക്ക് ലാഭമാണ്. ഈ കണക്കൂട്ടിലാണ് അയാൾ പോയത്. ഇവൻ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. 6 കോടി രൂപയുടെ സാമ്പത്തിക ലാഭം ഇവനുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇവൻ ഏർപ്പെട്ട ഈ വലിയ പ്രോജക്റ്റ് കേസായി, അന്വേഷണമായി, കോടതിയിലായി. ഇവന് ഇനി ഒരു ഗവൺമെന്റ് വർക്ക് പോലും എടുക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ തോതിലുള്ള ശിക്ഷാവിധിയിൽ ഇപ്പൊ അവന് കിടക്കുക. എന്തുകൊണ്ട് അന്ന് കർത്താവ് 16 കോടിയുടെ പ്രോജക്റ്റിൽ നിന്ന് ധ്യാനം കൂടിയ ഉടനെ ഇവരെ ഒഴിവാക്കി? അതവന്റെ ആത്മനാശത്തിന്, നിത്യനാശത്തിന് കാരണമാകുന്നുള്ളതുകൊണ്ട്. നമ്മൾക്ക് മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് അറിയണം. നമ്മൾ ആഗ്രഹിക്കുന്നതും നമുക്ക് ആകർഷകമായി തോന്നുന്നതും നല്ലതാകണമെന്നില്ല. കൗവ കണ്ട ആ വിലക്കപ്പെട്ട കരിയുടെ വൃക്ഷം, അത് ഭക്ഷിക്കാൻ സ്വാദുമുണ്ട്, കാഴ്ചയ്ക്ക് കൗതുകമാണ്, അഭികാമ്യമാണെന്നൊക്കെ അവൾക്ക് തോന്നിയില്ലേ? പ്രിയപ്പെട്ടവരെ, അരുതാത്തത് പലതും നമുക്ക് അഭികാമ്യമാണെന്നും ആകർഷകമാണെന്നും അതിമനോഹരമാണെന്നൊക്കെ തോന്നിപ്പോകും. ദൈവം തരുന്നതല്ല, ആശീർവദിക്കുന്നതല്ല, ദൈവം അനുവദിച്ചിട്ടുള്ളതല്ല എങ്കിൽ അത് എത്ര ആകർഷമാണെങ്കിലും വേണ്ടെന്ന് വെക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്രായേൽ ജനതയുടെ അടുത്തേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ്. ഇസ്രായേൽ ജനത അവരെന്ത് ചെയ്തു എന്ന് നോക്കണം. മുമ്പിൽ വലിയ ചെങ്കടൽ, അത് മുറിച്ചു കിടക്കുക മാനുഷികമായിട്ട് സാധ്യമാണ്. ഹ്യൂമൻലി ഇറ്റ് ഈസ് ഇംപോസിബിൾ. പുറകിൽ അവർ തല ഉയർത്തി നോക്കും, വലിയ ഒരു ഇരമ്പല സ്വരം കേട്ട് നോക്കുമ്പോൾ വലിയ സൈന്യം ആർത്തലച്ച് വരികയാണ്. ഫറവോയുടെ സൈന്യം. ഫറവോയുടെ സൈന്യത്തിന്റെ മുമ്പിൽ ഇവര് ഒന്നുമല്ല. ഉടനെ തന്നെ അവരുടെ ജീവിതം തീരും, അവരുടെ പരിപാടിക്ക് അവസാനിക്കാൻ പോവുക. ആ സമയത്ത് അവരുടെ ദരിദ്രം വെളിവായി.
ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ കണ്ടു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാന് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇത് വായിക്കുമ്പോൾ അവർ കർത്താവിനെ ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നുള്ളത് വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വേറൊരു വചനം ഓർമ്മ വന്നു. എന്ത് പ്രാർത്ഥനയാ അതെന്ന് പറയാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തില് 25-ാമത്തെ തിരുവചനം. ശിഷ്യന്മാർ അടുത്ത് എന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ ഇതാ നശിക്കുന്നു. വഞ്ചിയിലുണ്ടായിരുന്ന ജനം, കൂടെ ഉണ്ടായിരുന്ന കർത്താവ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുങ്കാറ്റും പെരുമഴയുണ്ടായപ്പോഴേക്ക് ഈ വഞ്ചി ഉലഞ്ഞ് അവർ വഞ്ചി മറിഞ്ഞ് മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ യേശുവിനെ വിളിച്ചുകൊണ്ടെത്തിക്കൊണ്ട് പറയുന്നു, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ നശിക്കുന്നു. അതായത് അവർ യേശുവിനെ വിളിച്ചതും അപേക്ഷിച്ചതും ഒന്നും യേശുവിനുള്ള വിശ്വാസം കൊണ്ടല്ല, നിരാശയോടുകൂടി പറയാം, ഞങ്ങൾ നശിക്കുക. അതുകൊണ്ടാണ് ഈശോ അവരെ ശാസിച്ചത്. കാറ്റിലെയും കടലിലെയും അവൻ ശാസിച്ചു. എന്നിട്ട് ഈ ജനത്തെ യേശു അത് കഴിഞ്ഞിട്ട് ജനത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം എന്താ ഇവിടെ സംഭവിച്ചത്. അവരുടെ വിശ്വാസം നിറവിൽ നിന്നല്ല അവരിപ്പോൾ ഈ നിലവിളി നടത്തിയത്. വിശ്വാസം ഇല്ലായ്മയെന്ന് അരക്ഷിത ബോധത്തിൽ നിന്നാണ് നിലവിളി നടത്തിയത്. ഇതിന് ഇവര് ചെയ്തത്, അവർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരുടെ അടുത്ത പ്രതികരണം കേൾക്കുക. മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന്? ഞങ്ങളെ തനിയെ വിട്ടേക്ക്, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാം എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു, മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. അതായത് ഈജിപ്തിൽ നിന്ന് അവര് ദൈവത്തിന്റെ കരത്താൽ സംവഹിക്കപ്പെട്ട് ചെങ്കടൽ കരയിലെത്തിയിട്ടും അവരുടെ ഉള്ളിൽ നിന്ന് ഈജിപ്ത് പോയിട്ടില്ല. ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പം, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയ ദൈവാനുഭവത്തിന്റെ നിറവുമായിട്ടല്ല പോകുന്നതെങ്കിൽ, പണ്ട് ഇവിടെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ചില ജന്മകൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ, അതിപ്പോഴും കിടപ്പുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് ആ തനി മനുഷ്യൻ പുറത്തു വരും, തനി സ്വരൂപം പുറത്തു വരും. അതാണിപ്പം പുറത്തു വന്നിരിക്കുന്നത്. മോശ പറഞ്ഞത് കേട്ട് അവർ ഇറങ്ങി പുറപ്പെട്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഈജിപ്തിനോടുള്ള ഒരു ആദരവും ബഹുമാനവും ആരാധനയും ഒളിഞ്ഞു മറഞ്ഞു കിടന്നിരുന്നു. അതൊരു വലിയ വിഭസന്ധിയുടെ നിമിഷത്തിൽ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതാണ് ഇവര് പറഞ്ഞത്, ഇതിനേക്കാളും മെച്ചം ഈജിപ്ത് തന്നെയാണ്. ഇത് ഇവരുടെ 40 വർഷത്തെ ഈ മരുഭൂമിയുടെ യാത്രാവേളയിലെല്ലാം ഇവരൊന്ന് പ്രകടമാകുന്നുണ്ട്. ഈ 40 വർഷക്കാലവും ഇവര് എന്നും ഈജിപ്തിലെ ഇറച്ചിച്ചട്ടിയും ഉള്ളിക്കറിയും അതൊക്കെ ഓർത്തോർത്ത് വെല്ലുവിളിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് തീറ്റ കിട്ടാതെ വരുമ്പോഴും, സാങ്കേതിക സൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോഴും, ഭൗതിക സമ്മാനങ്ങൾ കിട്ടാതെ വരുമ്പോഴും അവർ പരാതി പറയുന്നുണ്ട്. നമ്മുടെ അവസ്ഥ നോക്കുക, നമുക്ക് ഇതുപോലൊരവസ്ഥ വരുമോ? എല്ലാം അനുകൂലമാണെങ്കിൽ മാത്രം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, പ്രതികൂലമാണെങ്കിൽ അപ്പം തന്നെ വാടിപ്പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ക്ലാസ് തുടരും. പക്ഷെ നമുക്ക് ഇവിടെ വെച്ച് നമുക്കൊരു ആത്മശോധനയ്ക്ക് പ്രവേശിക്കാം. നമുക്ക് നാളെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ അത്രമാത്രം ദൈവത്തിന്റെ കൃപ നിറഞ്ഞിട്ടുണ്ട്, നമ്മിൽ ഈശോ വസിക്കാൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ടോ എങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് ഈശോ കൂടെയുണ്ടെങ്കിൽ ഭയപ്പെടാനില്ല. ഇതാണ് അപ്പോസ്തലന്മാർക്ക് ധൈര്യമായത്. പന്തക്കോസ്ത് അനുഭവത്തിന് ശേഷം ഈശോ കൂടെ ഉണ്ടായിരുന്നു, അവരുടെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ വധിക്കുവാൻ ഒരുങ്ങിയിട്ടും അവരെ കാരാഗ്രഹത്തിലിട്ടിട്ടും അവരെ വെട്ടിക്കൊല്ലാൻ ഒരുങ്ങുന്ന നിമിഷത്തിലും അവർ സന്തോഷചിത്തരായിട്ട് മുന്നോട്ട് പോയി. നാളെ നമുക്ക് പ്രശ്നങ്ങൾ വരും. ഈ ശുശ്രൂഷ ചെയ്യുന്ന എനിക്കും ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും ഞങ്ങൾ ഇവിടെയുള്ളവർക്കും എല്ലാവർക്കും എപ്പോഴും പ്രശ്നങ്ങൾ വരാം, ഏത് നിമിഷവും വരാം. പക്ഷെ നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്താ? നമുക്കൊന്ന് എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടോ? പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആവശ്യമായ കൃപയുടെ നിറവിലേക്ക് നമുക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നു. കാരുണ്യവാനായ ഈശോയെ, ദൈവവചനം ശ്രവിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ബലിയിൽ പങ്കെടുത്തും നല്ല കുമ്പസാരം നടത്തി പാപവിടുതൽ പ്രാപിച്ച് പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകന്ന് അങ്ങയോട് ഐക്യപ്പെട്ടും ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈശോയെ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ
സമൃദ്ധമായി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഈശോയെ, ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെ ഇപ്പൊ അനുഗ്രഹിക്കണമേ. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇസ്രായേൽ ജനത്തെ പോലെ പാപജീവിതമായിരുന്നു സുഖം. യേശുവിനോട് കൂടാതിരുന്ന കാലത്ത് കിട്ടിയ സുഖങ്ങളാണ് നല്ലത്. യേശുവിനോട് ഐക്യപ്പെട്ടാൽ ബുദ്ധിമുട്ടും ക്ലേശങ്ങൾ വരുമെന്നുള്ള ചിന്തയിൽ പൈശാചിക മനോഭാവത്തോടെ ദൈവത്തെ നിഷേധിച്ചും ദൈവകൃപ നിരസിച്ചും ആരും പാപത്തിൽ വീഴാതിരിക്കട്ടെ. എല്ലാവരും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ അഭിഷേകം നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.